നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിലും ഉയർന്ന ബജറ്റ് വിഹിതത്തിലും അത്ഭുതം രേഖപ്പെടുത്തി ജാർഖണ്ഡ് സംഘം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ എത്തിയതായിരുന്നു അവർ. ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. നായാടി മുതൽ നസ്രാണി വരെയുള്ള ജനവിഭാഗവുമായുള്ള സഖ്യത്തിന് SNDP യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിനെതിരെ പ്രമേയം പാസാക്കിയ SNDP നേതൃയോഗം. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ലെന്നും ആലപ്പുഴയിൽ സംഘടിപ്പിച്ച നേതൃയോഗം വിലയിരുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിലും ഉയർന്ന ബജറ്റ് വിഹിതത്തിലും അത്ഭുതം രേഖപ്പെടുത്തി ജാർഖണ്ഡ് സംഘം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ എത്തിയതായിരുന്നു അവർ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തന രീതികളെ പറ്റി പഠിക്കുവാൻ 17-അംഗ ജാർഖണ്ഡ് സംഘം ജില്ലയിലെത്തി. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിലും ഉയർന്ന ബജറ്റ് വിഹിതത്തിലും ജാർഖണ്ഡ് സംഘം അത്ഭുതം രേഖപ്പെടുത്തി. റാഞ്ചി ജില്ലാ പഞ്ചായത്തിലെ 8 അംഗങ്ങളും 5 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും 4 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് കിലയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ എത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രനും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും പറ്റി സംഘാംഗങ്ങൾക്ക് വിശദീകരിച്ചു. ഫണ്ട് അനുവദിക്കുന്നതിനും ചെലവഴിക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ, സ്ഥിരം സമിതിയുടെ പ്രവർത്തന രീതികൾ, വരുമാന സ്രോതസ്സുകൾ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തന രീതികൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ത്രീ സംവരണം, ജില്ലയുടെ പ്രത്യേകതകൾ എന്നിവയെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വി പ്രദീപ് കുമാർ പവർ പോയിന്റ് പ്രസന്റേഷനും സംഘാംഗങ്ങൾക്കായി നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ S രാധാകൃഷ്ണൻ, D അംബുജാക്ഷി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, കില കൺസൾട്ടന്റ് PV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കഴിഞ്ഞ 20 ദിവസമായി തുടരുന്ന പള്ളാത്തുരുത്തി വാർഡിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പ്രദേശത്തെ കുടിവെള്ള വിഷയത്തെ സംബന്ധിച്ച് നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പരിഹാരവും കാണാത്ത സാഹചര്യത്തിൽ പള്ളാത്തുരുത്തി വാർഡ് കൗൺസിലർ K നൂറുദ്ദീൻ കോയയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചേർന്നാണ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ഗോപാലിനെ ഉപരോധിച്ചത്. ഉപരോധ സമരത്തെ തുടർന്ന് ബുധനാഴ്ച തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ടെക്നിക്കൽ ടീം സ്ഥലം സന്ദർശിക്കുകയും 3 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചതായി കൗൺസിലർ നൂറുദ്ദീൻ കോയ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ദിവസങ്ങളായി. നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമ്മൾ മുനിസിപ്പാലിറ്റി ഉപയോഗിച്ച് 10-12,000 ലിറ്റർ വെള്ളം നിലവിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്നാൽ തന്നെ അത് പാടശേഖരത്തിന്റെ നടുക്ക് താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ജലവിതരണം നമുക്ക് നടക്കത്തില്ല. കാരണം പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളത് കാരണം അത് നടക്കുന്നില്ല. അവരൊക്കെ തന്നെ നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 20 ദിവസമായി നമ്മൾ AEയും AXA ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു, നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ പറയുന്ന കാരണം എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. ഇന്നിപ്പം നമ്മൾ അവിടുത്തെ നാട്ടുകാരുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടു, സംസാരിച്ചു. 3 ദിവസത്തിനുള്ളിൽ അതിന് നടപടി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിരിയുകയാണ്. ഇതല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരവുമായി ഇതിന്റെ മുന്നിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. A അൻസൽ, തങ്കപ്പൻ, കബീർ, മുസ്തഫ H ഷാജി, ഷെറിൻ ഷാജി, ജോഷി റഫീഖ്, ഷാജി കളപ്പുരയ്ക്കൽ, മൻസൂർ, കുഞ്ഞുമോൻ, നസീർ, ഷാലിനി, ഉദയകുമാർ, അർജുൻ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. നായാടി മുതൽ നസ്രാണി വരെയുള്ള ജനവിഭാഗവുമായുള്ള സഖ്യത്തിന് SNDP യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. നായാടി മുതൽ നസ്രാണി വരെയുള്ള ജനവിഭാഗവുമായുള്ള സഖ്യത്തിന് SNDP യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയതായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നസ്രാണി വരെയുള്ള ഐക്യത്തിൽ ശക്തമായി മുമ്പോട്ട് പോകാനും അതോടൊപ്പം തന്നെ
സുമാരനായി ആ ഐക്യം പണ്ട് കഴിഞ്ഞു പോയതാണ്. ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും ആദ്യമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. ചർച്ച ചെയ്ത് പോകാൻ പല വിഭാഗങ്ങളുണ്ട്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുണ്ട്, നസ്രാണി വിഭാഗത്തിലുണ്ട്. ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തണ്ടേ. എല്ലാം ഓടാനും ചിലപ്പോൾ ഓടാനുള്ള പ്രയാസം എനിക്കുള്ളതുകൊണ്ട് യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തുഷാറിനെ കാണാനും കഴിഞ്ഞ ഭേദം NSS നേതൃത്വത്തെ കണ്ടു ചർച്ച ചെയ്യാൻ അടുത്ത ദിവസം തന്നെ പോകും. NSSുമായുള്ള ചർച്ചയ്ക്ക് ജി സുകുമാരൻ നായരോട് സമയം ചോദിക്കും. ലീഗ് ഭരണത്തിൽ കിട്ടിയ വിവേചനം തുറന്നു കാട്ടിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിച്ചതിനെതിരെ യോഗത്തിൽ പ്രതിഷേധമുയർന്നു. ഐക്യം സാമൂഹ്യനീതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നസ്രാണികളും ഇതേ താൽപര്യവുമായി സമീപിച്ചിട്ടുണ്ട്. SNDPയും NSSുമായി ഇനി ഒരു കൊമ്പുകോർക്കലുണ്ടാകില്ല. മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നത് SNDP യോഗത്തിന്റെ ശൈലിയല്ല. ലീഗിനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ അത് മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഐക്യ കാഹളം മുഴക്കിയത് NSS ആണ്. അതിന് ജി സുകുമാരൻ നായരോട് നന്ദിയുണ്ടെന്നും മുൻപുണ്ടായ പോലെയുള്ള ഐക്യമാകില്ല ഇപ്പോഴത്തേതെന്നും ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കേണ്ടയില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇനി NSSുമായി SNDP കൊമ്പുകോർക്കില്ല. രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടി വന്നാൽ എടുക്കും. സമദൂരമാണ് അവരുടെ തീരുമാനമെങ്കിൽ അങ്ങനെ പോകും. അതല്ല ഒറ്റയ്ക്കെങ്കിൽ അങ്ങനെയെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗിനെതിരെ പ്രമേയം പാസാക്കി SNDP നേതൃയോഗം. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ലെന്നും ആലപ്പുഴയിൽ സംഘടിപ്പിച്ച നേതൃയോഗം വിലയിരുത്തി. ലീഗിനെതിരെ പ്രമേയം പാസാക്കി ആലപ്പുഴയിൽ ചേർന്ന SNDP നേതൃയോഗം. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ലെന്നും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ ഈഴവ സമുദായം ഇപ്പോഴും അനുഭവിക്കുന്ന അവഗണന പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയ്ക്ക് SNDP യോഗം നേതാക്കളുടെ പൂർണ്ണ പിന്തുണ അറിയിച്ചു. സാമൂഹിക നീതി, സമത്വം, ജനാധിപത്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണ സംവിധാനത്തിൽ ഏതെങ്കിലും വിഭാഗത്തിനോ മതത്തിനോ പ്രത്യേക കുത്തവകാശം രാജ്യത്ത് അനുവദനീയമല്ല. ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്ത് മതത്തിന്റെ പേരിൽ പാർട്ടി രൂപീകരിച്ച് സ്വയം ആനുകൂല്യങ്ങൾ എഴുതിയെടുക്കാൻ നോക്കുന്നവരുടെ മതേതരത്വ അവകാശവാദം വെറും കപടനാടകം മാത്രമാണെന്നുള്ള യോഗം ജനറൽ സെക്രട്ടറിയുടെ നിരീക്ഷണം നേതൃയോഗം ശരിവെച്ചു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മതേതരത്വം പറഞ്ഞ് മുന്നണി രാഷ്ട്രീയത്തിന്റെ പേരിൽ എല്ലാ മതക്കാരുടെയും വോട്ട് കരസ്ഥമാക്കുകയും വിജയിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മതത്തിനു വേണ്ടി മാത്രം ഭരണം നടത്തുന്ന മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നതെന്നും SNDP യോഗം ഇത്തരത്തിലുള്ള മതേതര വ്യാജ അവകാശവാദങ്ങളെ തുറന്നുകാട്ടി ഇനിയും ചോദ്യം ചെയ്യുമെന്നും പ്രമേയത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിലും ഉയർന്ന ബജറ്റ് വിഹിതത്തിലും അത്ഭുതം രേഖപ്പെടുത്തി ജാർഖണ്ഡ് സംഘം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാനെത്തിയതായിരുന്നു അവർ. ആലപ്പുഴ നഗരസഭ വള്ളാത്തുരുത്തി വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. നായാടി മുതൽ നസ്രാണി വരെയുള്ള ജനവിഭാഗവുമായുള്ള സഖ്യത്തിന് SNDP യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിനെതിരെ പ്രമേയം പാസാക്കിയ SNDP നേതൃയോഗം. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ലെന്നും ആലപ്പുഴയിൽ സംഘടിപ്പിച്ച നേതൃയോഗം വിലയിരുത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.